ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാ കോട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥന. ദൈവമക്കളെ, കാൽവരിയിലെ കുരിശുമരം അധികം താമസിയാതെ നാട്ടപ്പെടാൻ പോവുക. ഇന്ന് 40-ാം വെള്ളി. ദൈവമക്കളെ, ഏത് പാരമ്പര്യമാണെങ്കിലും ശരി, ദുഃഖവെള്ളിക്ക് മുമ്പ് കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ആ വെള്ളിയാണ് 40-ാം വെള്ളി. പല കാരണങ്ങളുണ്ട്, നമ്മൾ കാരണങ്ങളിലേക്കൊന്നും പോകുന്നില്ല. നോമ്പിൻ്റെ ആഴങ്ങളെപ്പറ്റി ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസമായിട്ട് ഈ ദിവസം നമ്മൾ ക്രിസ്തുവിൻ്റെ ധൈര്യവും ക്രിസ്തുവിൻ്റെ ബോധ്യവുമാണ് ഈശോയുടെ കുരിശിൻ്റെ വഴികൾ. നമ്മൾ തിരുവചനം വായിച്ചു നോക്കില്ല, ഈശോയുടെ പ്രവചനങ്ങൾ, പീഡാനുഭവ പ്രവചനങ്ങൾ. മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ 31-ാം വാക്യം മുതൽ ഈശോ പീഡാനുഭവത്തെ പറ്റി പറയുമ്പോൾ പത്രോസ് പറയും, അവൻ ഇക്കാര്യം തുറന്നു പറഞ്ഞപ്പോൾ പത്രോസ് അവനെ മാറ്റി നിർത്തിക്കൊണ്ട് തടസ്സം പറയാൻ തുടങ്ങി. യേശു പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ ശിഷ്യന്മാർ നിൽക്കുന്നത് കണ്ട് പത്രോസിനെ ശാസിച്ചുകൊണ്ട് പറഞ്ഞു, സാത്താനെ, നീ എൻ്റെ മുമ്പിൽ നിന്ന് പോകൂ, നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്വന്തം കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ. ശിഷ്യന്മാരെ നോക്കി പറയുക. പത്രോസ് സ്നേഹം കൊണ്ട് പറയുന്നതാണ്. പക്ഷേ ഒരു വിശ്വാസി, ആരും ആയിക്കൊള്ളട്ടെ, കുരിശിൻ്റെ വഴിയിലൂടെ നടക്കാത്ത ഒരു വ്യക്തിക്ക് ഉത്ഥാനത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു പോകാൻ പറ്റില്ല. ശിഷ്യന്മാർ ഉത്ഥാന അനുഭവത്തിൽ എത്തണമെങ്കിൽ നിശ്ചയമായും അവർ ഈ കുരിശിൻ്റെ വഴിയിലൂടെ നടക്കണം. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ 30 മുതലുള്ള വാക്യങ്ങളിൽ വീണ്ടും കാണുന്നു, അവൻ ഗലീലിലൂടെ കടന്നുപോയി. ഇക്കാര്യം ആരും അറിയരുതെന്ന് അവൻ ആഗ്രഹിച്ചു. കാരണം അവൻ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയായിരുന്നു. എന്താ പഠിപ്പിച്ചത്? കുരിശെടുക്കാൻ. മനുഷ്യരുടെ കൈകളിൽ മനുഷ്യപുത്രൻ ഏൽപ്പിക്കപ്പെടും, അവൻ വധിക്കപ്പെട്ട് 3 ദിവസം കഴിയുമ്പോൾ അവൻ ഉയർത്തെഴുന്നേൽക്കും. ഈ വചനം അവർക്ക് മനസ്സിലായില്ല എങ്കിലും അവനോട് ചോദിക്കാൻ അവർ ഭയപ്പെട്ടു. മകളെ, കുരിശിൻ്റെ പാഠശാല ജീവിതത്തിൽ എന്തുമാത്രം കരുത്ത് കിട്ടുമെന്നറിയോ? അങ്ങനെയൊന്നും നിരാശപ്പെട്ട് പോവില്ലെന്നേ, അങ്ങനെയൊന്നും തളർന്നു പോവില്ല, അങ്ങനെയൊന്നും പ്രതീക്ഷകൾ അസ്തമിക്കില്ല. കുരിശിലേക്ക് നോക്കണമെങ്കിൽ താഴോട്ടല്ല മുകളിലേക്കാണ് നോക്കേണ്ടത്. ഉയർന്നു നോക്കുവാനുള്ള ഒരു ഉൾപ്രേരണയുടെ പേരല്ലേ വിശുദ്ധ കുരിശ്. ഉയർന്നു നോക്കുവാൻ, കണ്ണുകൾ ഉയർത്തുവാനുള്ള ഒരു പ്രചോദനത്തിൻ്റെ പേരല്ലേ കുരിശ്. വീണ്ടും 3-ാമത്തെ പീഡാനുഭവ ചരിത്രം നമ്മൾ വായിക്കുന്നത് പ്രഖ്യാപനം, 3-ാം പ്രവചനം, മർക്കോസ് 10-32-ാം വാക്യം. അവൻ ജെറൂസലേമിലേക്കുള്ള വഴിയെ നടന്നു പോവുകയായിരുന്നു. യേശു അവരുടെ മുമ്പിൽ നടന്നിരുന്നു. അവർ വിസ്മയിച്ചു. അനുയാത്ര ചെയ്തിരുന്നവർ ഭയപ്പെടുകയും ചെയ്തു. എന്തോ ആവേശത്തോടെ വിശന്നിട്ട് ഭക്ഷണം കഴിക്കാൻ പോകുന്ന, അല്ലെ സ്കൂൾ വിട്ട് കൊച്ചുങ്ങൾ ഓടി വരില്ലേ, വീട്ടിലേക്ക് ഓടുന്ന പോലെ തമ്പുരാൻ കർത്താവ് ഓടുക. പതുക്കെ നടക്കണ്ടേ. മരണത്തിലേക്ക് ഈ ഓട്ടം, കുരിശിലേക്ക് ഈ ഓട്ടം അവൻ നൽകുന്ന ഒരു വലിയ ധൈര്യമുണ്ട്. പ്രത്യേകിച്ച് 40-ാം വെള്ളി ലോകമെമ്പാടും മക്കൾ കുരിശു വഴിയുമായിട്ട്, എനിക്കൊന്ന് ഇന്ന് രാവിലെ കോട്ടയത്ത് 6 മണിക്ക് കുരിശുമായിട്ടുള്ള കുരിശിൻ്റെ വഴി നടക്കുക. നമ്മുടെ പുണ്യാള തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്ന് ക്രിസ്തുരാജ കത്തീഡ്രലിലേക്ക് രാവിലെ തന്നെ പാലായിൽ നിന്ന് ആകാശപ്പറവുകൾ നമ്മുടെ പള്ളിയിലേക്ക് വൈകുന്നേരം ആകുമ്പോൾ കുരിശിൻ്റെ വഴി ഇറങ്ങുകയും കുരിശിൻ്റെ വഴി കയറുകയും ചെയ്യുക. വൈകുന്നേരം ആ പാവങ്ങൾ വിയർത്തൊലിച്ച് ആരോരുമില്ലാത്തവർക്ക് താങ്ങാകുന്ന ക്രിസ്തുമാർ ഒന്നിച്ചു കൂടുന്നൊരു സംഗമം. ദൈവമക്കളെ, ഇന്ന് വഴിയിലിറങ്ങിയാൽ ഇപ്പോൾ നടക്കണേ, കുറച്ച് വെയിൽ ഇന്ന് കൊള്ളണം, അവൻ്റെ കുരിശിനെ പറ്റി ധ്യാനിക്കണം. ആരുമില്ലെങ്കിൽ ഒറ്റയ്ക്കാണല്ലോ ഇറങ്ങി ഒന്ന് നടന്നേ. തോളിൽ കുരിശുണ്ടെന്നും അവൻ കൂടെ നടപ്പുണ്ടെന്നും ക്രൂശിതനോട് സംഭാഷിക്കാൻ ഒരു ദിനം. ഓ കർത്താവേ, കുരിശിൻ്റെ രഹസ്യങ്ങൾ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ കുരിശിൻ്റെ പാഠശാലയിലിരുന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ. ദൈവമേ, കുരിശിൻ്റെ മുമ്പിൽ തളരാനല്ല, കുരിശിൻ്റെ മുമ്പിൽ ആരാധന പറയുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. രോഗികൾ, വേദനിക്കുന്നവർ, ദുഃഖിക്കുന്നവർ, നിരാശപ്പെടുന്നവർ, തകർന്നവർ, തളർന്നവർ, അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ. കുരിശാണ് രക്ഷ, കുരിശിലാണ് രക്ഷ. ഇതാ കുരിശുമരം, ഇതിലാണ് ലോകൈക രക്ഷകൻ. മരണം വരിച്ചതി മഞ്ഞിനായി, വരുവിൻ വണങ്ങാം, ആരാധിക്കാം. പിതാ
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി പാപിയാമിൻ അർത്ഥനകൾ ഉപേക്ഷിച്ചാലുപേക്ഷിക്ക